ലൂക്ക 2:7. അവർ അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഉണ്ണി പിറന്ന പുൽത്തൊഴുത്ത് ഒരു ഗുഹയായിരുന്നു. ഒരു ഗുഹയുടെ സവിശേഷത എന്താണ്? ഗുഹ പ്രകൃതിയിൽ സ്വാഭാവികമായി രൂപം കൊള്ളുന്ന ഒന്നാണ്. അത് മനുഷ്യനിർമ്മിതമല്ല. ഗുഹയുടെ മറ്റൊരു സവിശേഷത അതിന് വാതിലില്ല എന്നതാണ്. അതുകൊണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും അതിൽ പ്രവേശിക്കാം. ഇതുകൊണ്ട് തന്നെയാവാം ദൈവം തനിക്ക് പിറക്കാൻ ഈ ഗുഹയാകുന്ന പുൽത്തൊഴുത്ത് തിരഞ്ഞെടുത്തത്. അവിടേക്ക് കടന്നു വരാൻ ആട്ടിടയന്മാർക്ക് ആരുടെയും അനുവാദം വേണ്ടി വന്നില്ല. വാതിൽ തുറക്കാൻ കാത്തു നിൽക്കേണ്ടതായും വന്നില്ല. മറിച്ച് തന്നെ തേടി വരുന്നവർക്ക് എപ്പോഴും സംലഭ്യനാവും വിധം തുറന്നു കിടന്ന ഗുഹയ്ക്കുള്ളിലാണ് ദേവകുമാരൻ വന്ന് പിറന്നു വീണത്. പ്രിയപ്പെട്ടവരെ, ഭിത്തികൾ കെട്ടി ബലവത്താക്കി താഴിട്ട് പൂട്ടിയ ഒരു കെട്ടിടം പോലെയാണോ നമ്മുടെ ഹൃദയം? അങ്ങനെയെങ്കിൽ അതിനു വെളിയിൽ നാം കാണാതെ പോകുന്ന, നാം പരിഗണിക്കാതെ പോകുന്ന അനേകരുണ്ട് എന്നതിന് സംശയമില്ല. എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കുമായി തുറക്കപ്പെട്ടിരിക്കുന്ന പുൽത്തൊഴുത്താകുന്ന ഗുഹയിൽ പിറന്ന പൊന്നുണ്ണി നമ്മോടും പറയുന്നു, എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരെയും ഉൾക്കൊള്ളാൻ. ഒരുവൻ പോലും എൻ്റെ ഹൃദയത്തിന് വെളിയിൽ നിന്റെ കാരുണ്യം യാചിച്ച് നിൽപ്പില്ല എന്ന് ഉറപ്പുവരുത്താം.